ഇപ്പൊ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന പാഠത്തിലെ പേജ് നമ്പർ 17 ഏറ്റവും ലാസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്തൊരു ചോദ്യം എന്ന് വായിച്ചാട്ടെ. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 28. അർത്ഥം രണ്ട് നമ്പറുകൾ എടുത്ത് കൂട്ടിയപ്പോൾ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 28 കിട്ടി. ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 12. അവര് തമ്മിലുള്ള വ്യത്യാസം എന്നുവെച്ചാൽ അതിലെ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചപ്പോൾ എത്ര കിട്ടി? 12 കിട്ടി. വാട്ട് ആർ ദി നമ്പേഴ്സ്? എങ്കിൽ ആ നമ്പറുകൾ ഏതൊക്കെയാണ്? ചോദ്യം മനസ്സിലായത് എല്ലാവർക്കും? അപ്പൊ എത്ര നമ്പർ വേണം നമുക്ക്? 2. അപ്പൊ എഴുതുക ഫസ്റ്റ് നമ്പർ ഈക്വൽ എക്സ്. എഴുതാത്ത രണ്ടോട് എഴുതിക്കോണം. ഫസ്റ്റ് നമ്പർ ഈക്വൽ എക്സ്. അപ്പൊ അടുത്ത വരിയില് സെക്കൻഡ് നമ്പർ ഈക്വൽ വൈ. രണ്ടുകൂടെ ചേർത്ത് സങ്കല്പിക്കുക. സപ്പോസ് ഓൺലൈൻകാർ രണ്ടുപേരും ഈ സ്റ്റെപ്പ് എഴുതിയായിരുന്നോ? അപ്പോ മൈക്ക് ഓഫ് ചെയ്യാം. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുന്നില്ല. ചോദ്യം എഴുതി ഉത്തരം എഴുതാൻ പറഞ്ഞില്ലായിരുന്നോ? ചോദ്യം എഴുതാനുള്ള സ്ഥലം കേട്ടോ. പേജ് നമ്പർ 17 ചോദ്യം എഴുതാനുള്ള സ്ഥലം. ചോദ്യം കണ്ടോ? അപ്പൊ എന്നിട്ട് ഒന്നാമത്തെ സംഖ്യ സമം എക്സ്, രണ്ടാമത്തെ സംഖ്യ സമം വൈ, രണ്ടൂടെ ചേർത്ത് സങ്കല്പിക്കുക. സപ്പോസ്. ഓക്കെ, ഇത്ര എഴുതിയോ? അപ്പൊ ഇത്ര എഴുതിയോ? അപ്പവും ഐശ്വര്യം ഇത്ര എഴുതിയോ? ഇനി ചോദ്യത്തിൽ ആദ്യം എന്താ പറഞ്ഞേക്കുന്നേ? ഇവരുടെ സം എത്രയാണ്? എത്ര? 20. എഴുതുക. സം ഈക്വൽ 28. തുക സമം 28. ബ്രാക്കറ്റിൽ ഗിവൺ. വിച്ച് ഇംപ്ലൈസ് ആരുടെ സം? ആരുടെ തുക? എക്സിന്റെയും വൈയുടെയും. നമ്മൾ എങ്ങനെ എഴുതും? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 28. ഇക്വേഷൻ നമ്പർ ഉണ്ടെന്നില്ല. ഇക്വേഷൻ നമ്പർ ഇതൂടെ ഒന്നെങ്കിലും ഇല്ല. ഇനി അടുത്തായിട്ട് ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഡിഫറൻസ്. എഴുതുക. ഡിഫറൻസ് ഈക്വൽ വ്യത്യാസം സമം എത്ര എന്നാ പറയുന്നേ? എത്ര? 12 ആണോ? അതും ബ്രാക്കറ്റിൽ ഗിവൺ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് മൈനസ് വൈ ഈക്വൽ 12. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷനുകൾ ഒന്ന് വരച്ച് ബോക്സിലിട്ടേരെ. ഓൺലൈൻകാർക്ക് ഇവിടം വരെ എന്തെങ്കിലും സംശയമുണ്ടോ? പേജ് നമ്പർ 17 മുകളിലത്തെ ഒന്നാമത്തെ വരി കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യകളുടെ തുക 28, അവരുടെ വ്യത്യാസം 12 ആയാൽ സംഖ്യകൾ ഏതൊക്കെ? കണ്ടോ? ചോദ്യം കണ്ടോ? ആ ചോദ്യത്തിന് ആൻസറായി എഴുതിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നമ്മൾ സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യും? ഒന്നാമത്തേതിൽ എക്സിന്റെ കൂടുള്ള നമ്പർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എത്ര? അത് 1x. രണ്ടാമത്തേതിൽ എക്സിന്റെ കൂടുള്ള നമ്പർ 1. ഇപ്പൊ എക്സിന്റെ കൂടുള്ള നമ്പർ ഒരുപോലെ ആയല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിൽ നിന്ന് 2 കുറച്ച് എലിമിനേഷൻ മെത്തേഡിൽ ഉത്തരം കണ്ടുപിടിക്കാം. എന്നാ നിങ്ങൾ ഇവിടെ നോക്കിക്കേ. ഇവിടെ ഒരു പ്ലസ് വൈയും ഇവിടെ ഒരു മൈനസ് വൈയും കിടക്കുന്നുണ്ടോ? എന്താ പ്രത്യേകത? പ്ലസ് വൈയും മൈനസ് വൈയും എന്താണ് പ്രത്യേകത? രണ്ടും ഒരേ നമ്പർ തന്നെ, രണ്ടും വൈ തന്നെയല്ലേ? പക്ഷെ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവ്, അതായത് വ്യത്യസ്ത ചിഹ്നമുള്ളവർ. അങ്ങനെ വന്നാൽ ചെയ്യാൻ എളുപ്പമാർഗമുണ്ട്. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. എഴുതിയാട്ടെ. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് നിക്ക് എക്സ് കൂടെ കൂട്ടിയാൽ 2x. ഇനി അത് ശ്രദ്ധിക്കാം. പോസിറ്റീവ് വൈയും നെഗറ്റീവ് വൈയും കൂടെ കൂട്ടുന്നു. ആൻസർ 0. ഈക്വൽ
28ഉം 12 കൂടെ കൂട്ടിയാൽ എത്ര? 40. ഓൺലൈൻകാർക്ക് ഈ സ്റ്റെപ്പ് മനസ്സിലായോ? നീ ഇതിന് പകരം നിങ്ങൾ 1ൽ നിന്ന് 2 കുറയ്ക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ എക്സിൽ നിന്ന് എക്സ് കുറച്ചാൽ എക്സിൽ നിന്ന് എക്സ് കുറച്ചാൽ 0. ഇനിയത്തെ കുറയ്ക്കുന്ന ശ്രദ്ധിക്കണം. y മൈനസ് y ഈക്വൽ y പ്ലസ് y. ആൻസർ 2y. കഴിഞ്ഞ ദിവസം ഇട്ട ലിങ്ക് വാട്സാപ്പിൽ കിടപ്പുണ്ടല്ലോ. അല്ല ഞാനിപ്പോ 1ഉം 2ഉം കൂടെ കൂട്ടുന്നില്ലേ പറഞ്ഞത്. അതിന് പകരം ഇത് തമ്മിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കുമ്പോ ആരങ്ങ് പോകും? എക്സ് അങ്ങ് പോകും. അപ്പോ വൈയിൽ നിന്ന് മൈനസ് y കുറയ്ക്കുമ്പോൾ എത്രയായിട്ട് മാറും? 2y. എത്രയായിട്ട് മാറും? 2y. അപ്പൊ ഇനി അപ്പുറത്തേന്ന് കുറച്ച് പറഞ്ഞേ. 28ൽ നിന്ന് 12 കുറച്ചാൽ 28ൽ നിന്ന് 12 കുറച്ചാൽ എത്ര കിട്ടും? അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ആരുടെ വില കണ്ടുപിടിക്കാം? വൈയുടെ വില കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് വൈയുടെ വില കിട്ടുക. ഇപ്പോൾ ആരുടെ വില കിട്ടാൻ പോന്നെ? എക്സ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 2. എക്സ് ഇസ് ഈക്വൽ ടു 20. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഓൺലൈൻകാർക്ക് ഇത്രയും മനസ്സിലായോ? പറഞ്ഞാട്ടെ. ഇത് നോട്ട്ബുക്കിനകത്തില് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എക്സാമ്പിൾ നോട്ട്ബുക്കില്. അപ്പൊ ആരുടെ വില കിട്ടി? എക്സ് കിട്ടി. ഇനി ആരുടെ വില വേണം? എക്സ് കിട്ടിയാൽ വൈ എങ്ങനെ കണ്ടുപിടിക്കും? പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 20 ഇൻ ഇക്വേഷൻ നമ്പർ 1. മലയാളത്തിൽ എക്സ് സമം 20 എന്ന് സമവാക്യം 1ൽ ആരോപിച്ചാൽ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് സമവാക്യം 1 ഇങ്ങനെ മാറും. പറഞ്ഞാട്ട് എങ്ങനെ മാറുന്നേ? പറഞ്ഞോ 20 പ്ലസ് y ഈക്വൽ 28. അപ്പൊ വൈയുടെ വില 28 മൈനസ് 20. അപ്പൊ വൈയുടെ വില 8. ഈ എക്സും വൈയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കിട്ടിയോ? ഇനി എഴുതുക. ഫസ്റ്റ് നമ്പർ ഈക്വൽ എക്സ് ഈക്വൽ 20. സെക്കൻഡ് നമ്പർ ഈക്വൽ y ഈക്വൽ 8. ഓൺലൈൻകാർക്ക് ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഉത്തരം ശരിയാണോ നോക്കണ്ടേ? ഉത്തരം ശരിയാണോ എങ്ങനെ നോക്കും? വർക്കിംഗ് ഓർഡറിനോട് എഴുതിക്കേ. 12ഉം 8ഉം കൂടെ കൂട്ടുന്നു. 12 8 കൂടെ കൂട്ടിയാൽ 20. ഈ 20 ആണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന സമ്മ്? ആണോ? ഇനി അടുത്തത് അല്ല 12 8 അല്ലല്ലോ, 20 8 അല്ലേ? 20ഉം 8. ഒന്നാമത്തെ നമ്പർ 20, രണ്ടാമത്തെ നമ്പർ 8. 20 8 കൂടെ കൂട്ടിയാൽ അപ്പൊ സം 28 കിട്ടുന്നില്ലേ? ഇനി എന്ത് ചെയ്യണം? 20ൽ നിന്ന് 8 കുറയ്ക്കണം. ഉത്തരം 12. അപ്പൊ സം 28ഉം ഡിഫറൻസ് 12ഉം കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നുണ്ടോ? വർക്കിംഗ് കോളത്തിൽ എഴുതിയിട്ടോ? ഓക്കെ. ആരെങ്കിലും ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഉണ്ട്. കംപ്ലീറ്റ് ചെയ്താട്ടെ. ഓൺലൈൻകാർ എഴുതിയായിരുന്നോടെ? ഓൺലൈൻകാർ എഴുതിയായിരുന്നോ? അപ്പോ ആ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരാളിനെ ഒന്ന് പരിചയപ്പെടണം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒന്ന് പരിചയപ്പെട്ടിട്ടാണെങ്കിൽ നമുക്ക് ആ കണക്ക് വേഗത്തിൽ പഠിക്കാം. ആരാണ് ആ പരിചയപ്പെടാനുള്ള ആള്? റൈറ്റ് ട്രയാങ്കിൾ. മലയാളത്തിൽ എന്ത് പറയും റൈറ്റ് ട്രയാങ്കിളിൽ? മട്ടത്രികോണം. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ? റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഒരു ത്രികോണത്തിന്റെ, ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളുകളിൽ 3 കോണുകളിൽ
ഒരെണ്ണം 90 ഡിഗ്രി ആയാൽ 90 ഡിഗ്രി ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം. അതിലാർക്ക് സംശയമൊന്നുമില്ലല്ലോ. ഒരെണ്ണത്തിന്റെ കാര്യം നമുക്കറിയത്തുള്ളൂ. ബാക്കിയുള്ള ഈ രണ്ട് ആംഗിളുകൾ ആംഗിളുകൾ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. 45 തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. 60 30 വരെ. ഒറ്റ കണ്ടീഷൻ, ഈ രണ്ട് ആംഗിളുകളും അക്യൂട്ട് ആംഗിൾ. അങ്ങനെ വാക്കിട്ടുണ്ട്, അക്യൂട്ട് ആംഗിൾ. മലയാളത്തിൽ ന്യൂനകോണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവര് രണ്ടുപേരും 90-നേക്കാൾ കുറവായിരിക്കും. ആര് പറഞ്ഞു 90-നേക്കാൾ കുറവായിരിക്കും? പറഞ്ഞേ. അല്ല, അത് രണ്ടെണ്ണം അക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ടാണ് 90-നേക്കാൾ കുറവായത്. എന്റെ ചോദ്യം, 90-നേക്കാൾ കുറവാണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? കൂട്ടുമ്പോ കിട്ടുന്ന ഉത്തരം 90 വരണം. ഈ രണ്ട് ചെറിയ ആംഗിളൂടെ കൂട്ടുമ്പോൾ 90-ഉം ഇവിടെ ഓൾറെഡി ഒരു 90 ഉണ്ട്. അപ്പോഴേ നമുക്ക് മൊത്തം എത്ര വരത്തുള്ളൂ? 180 വരത്തുള്ളൂ. ഇത്ര ഐഡിയ ഓൺലൈൻകാർക്കും ക്ലാസ്സിലിരിക്കുന്നവർക്കും ക്ലിയർ ആയോ? ഇനി ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. ദ ഡിഫറൻസ് ഓഫ് ദി ടു സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 20 ഡിഗ്രി. അപ്പൊ എഴുതുക, ആൻസർ എന്ന് എഴുതിയിട്ട് റൈറ്റ് ട്രയാങ്കിൾ എന്ന് ഹെഡിങ് കൊടുക്കാം. ആൻസർ എന്ന് എഴുതിയിട്ട് റൈറ്റ് ട്രയാങ്കിൾ എന്ന് ഹെഡിങ് കൊടുക്കാം. റൈറ്റ് ട്രയാങ്കിൾ എന്ന് ഹെഡിങ് കൊടുക്കാം. കൊടുത്തോ? ഇനി ഒരു റൈറ്റ് ട്രയാങ്കിൾ റഫായിട്ട് വരയ്ക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ റഫായിട്ട് വരയ്ക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ റഫായിട്ട് വരയ്ക്കാം. പഠിച്ചോ? മട്ടത്രികോണം എന്ന് ഹെഡിങ് കൊടുത്ത ഒരു മട്ടത്രികോണം റഫായിട്ട് വരയ്ക്കും. ഇനി ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. ദ ഡിഫറൻസ് ഓഫ് ദി ടു സ്മോളർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 20 ഡിഗ്രി. അർത്ഥം പറയും. ഒരു റൈറ്റ് ട്രയാങ്കിളിലെ, ഒരു മട്ടത്രികോണത്തിലെ രണ്ട് ചെറിയ ആംഗിളുകളുടെ, രണ്ട് ചെറിയ കോണുകളുടെ ഡിഫറൻസ്, വ്യത്യാസം എത്രയാണ്? 20. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചെറുതിലെ ഒരു ആംഗിൾ എക്സ് എന്നും ഈ രണ്ടാമത്തെ ചെറിയ ആംഗിൾ എന്തെന്നും വിചാരിക്കുന്നു. അപ്പൊ എഴുതുക, ഫസ്റ്റ് സ്മോളർ ആംഗിൾ ഈക്വൽ, പടത്തിന് താഴോട്ട് എഴുതണം, ഫസ്റ്റ് സ്മോളർ ആംഗിൾ ഈക്വൽ, ഫസ്റ്റ് സ്മോളർ ആംഗിൾ ഈക്വൽ എക്സ്. ആദ്യത്തെ ചെറിയ കോൺ സമം എക്സ്. അപ്പൊ അടുത്തൊന്ന് പറഞ്ഞാട്ടെ. സെക്കൻഡ് സ്മോളർ ആംഗിൾ ഈക്വൽ വൈ. രണ്ടുകൂടെ ചേർത്ത് സങ്കല്പിക്കുക. സപ്പോസ് ഇവർ രണ്ടുപേർ തമ്മിലുള്ള എന്തോ ഒരു ബന്ധം നമ്മുടെ ക്വസ്റ്റ്യൻ അത് പറയുന്നില്ലേ? ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 20. അപ്പൊ എഴുതുക, ഡിഫറൻസ് ഈക്വൽ വ്യത്യാസം സമം 20 ബ്രാക്കറ്റിൽ ഗിവൺ. അപ്പൊ അതിനെ എക്സും വൈയും വെച്ച് നിങ്ങൾ എങ്ങനെ എഴുതും? വിച്ച് ഇംപ്ലൈസ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20. വരച്ച് ബോക്സിലിടുക. ഇക്വേഷൻ നമ്പർ 1. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അല്ല, ഇനി ഇതേപോലെ ഒരു ഇക്വേഷനോടെ കിട്ടിയാലല്ലേ കണക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനു വേണ്ടി ചോദ്യത്തിലൊന്നും പറയുന്നില്ല. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. നോക്കാശ് അല്ല ഇനിയൊരു ഇക്വേഷൻ കിട്ടണ്ടേ? കിട്ടിയാലല്ലേ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാശ് പറയുന്നു എക്സും വൈയും കൂടെ കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടുമെന്ന്. ശരിയാണ്? അങ്ങനെ ശരിയാണ്? അത് ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞതാ. ഇത് മൂന്നൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. അതിൽ ഇത് മാത്രം എത്ര ഉണ്ട്? 90 ഉണ്ട്. അപ്പൊ പിന്നെ ഇത് രണ്ടുകൂടെ കൂട്ടി എത്ര കിട്ടണം? അപ്പൊ അടുത്ത എഴുതുക, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90. ഇക്വേഷൻ നമ്പർ 2. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇതിപ്പോ നമ്മൾ ഇച്ചിരി മുമ്പ് ചെയ്ത് കണക്കല്ലേ?
എങ്ങനെ നമ്മൾ സോൾവ് ചെയ്തത്? ഇപ്പൊ തൊട്ടുമ്പഴത്തെ എക്സാമ്പിൾ. ആ അതുപോലെ ആ ഒന്നും രണ്ടും കൂടെ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ -5 +5 ഉണ്ടെങ്കിൽ ക്യാൻസൽ ആയി പോകത്തില്ലേ? അപ്പൊ എഴുതുക ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് എക്സും എക്സും കൂടെ കൂട്ടിയാൽ 2x, -y +y കൂടെ കൂട്ടിയാൽ 0, 20 90 കൂട്ടിയാൽ 110. അപ്പൊ 2x = 110. അപ്പോൾ x = 110 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എക്സിന്റെ വില 110ന്റെ പകുതി എത്രയാണ്? 110ന്റെ പകുതി 55, 55. ഓക്കെ. ക്ലാസ്സിൽ ഇരിക്കുന്നവർക്കോ ഓൺലൈനിൽ പങ്കെടുക്കുന്നവർക്കോ സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ആരുടെ വില കിട്ടി? എക്സ് കിട്ടി. എങ്കിൽ ഇനി എങ്ങനെ കണ്ടുപിടിക്കും? പുട്ട് x = 55 in equation number 1. Equation number 1 implies 55 minus y is equal to 20. ഈ -y അപ്പുറത്ത് കൊണ്ടുപോകുന്നു, 20 ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. 55 -20 is equal to y. 55ൽ നിന്ന് 20 കുറച്ചാൽ കുറയ്ക്കാൻ പറ്റുന്നില്ലയോ? എത്ര 35 is equal to y. തിരിച്ചെഴുതിയാൽ y is equal to ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അടുത്തതിലേക്ക് പോകാമല്ലോ. എക്സും വൈയും എന്തുവായിരുന്നു? എഴുതുക. അടുത്ത വരിയിൽ ഫസ്റ്റ് സ്മോളർ ആംഗിൾ ഈക്വൽ ആദ്യത്തെ ചെറിയ കോൺ സമം എക്സ് ഈക്വൽ അവിടെ എഴുതുമ്പോ ഒരു കാര്യം കൂടെ ചേർത്ത് എഴുതണം. 55 ഡിഗ്രി. എന്താ ഡിഗ്രി വരാൻ കാരണം? ആംഗിൾ ആയതുകൊണ്ട്. അടുത്ത പറഞ്ഞാട്ടെ. സെക്കൻഡ് സ്മോളർ ആംഗിൾ, രണ്ടാമത്തെ ചെറിയ കോൺ സമം y is equal to 35 ഡിഗ്രി. ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കും? 55ൽ നിന്ന് സൈഡിലോട്ട് മാറ്റി കുറച്ച് നോക്കിക്കേ. 55 മൈനസ് 35. 5ൽ നിന്ന് 5 കുറച്ചാൽ 0, 5ൽ നിന്ന് 3 കുറച്ചാൽ 2. വ്യത്യാസം എത്ര വന്നു? 20. ഇനി രണ്ടാമത് ശരിയാണെന്ന് അറിയാനുള്ള മാർഗം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കണം. ആഡ് ചെയ്തേ. 55 പ്ലസ് 35. 5ഉം 5ഉം 10ന് 0, ശിഷ്ട 1, 5ഉം 3ഉം 8ഉം 1ഉം 9. എത്ര കിട്ടി? 90. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഓക്കെ ആണല്ലോ. ശരി. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഓൺലൈൻകാർക്ക് ക്ലിയർ ആയോ? ഇപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിൽ കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്. ആ വാക്ക് കൃത്യമായി മനസ്സിലായാൽ നമുക്കത് പ്രോബ്ലത്തിൽ ഉപയോഗിക്കാൻ പറ്റും. നോക്കിക്കേ. ഞാൻ 7നെ 2 കൊണ്ട് ഹരിക്കുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 7നെ എങ്ങനെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, 2 കൊണ്ട് ഹരിക്കുന്നത്? 2ന്റെ ഗുണന പട്ടിക. 1 2 2, ഈ 2 4, 3 2 6. ഇംഗ്ലീഷിലാണെങ്കിൽ 1 2s are 2, 2 2s are 4, 3 2s are 6. റിമൈൻഡർ. ഇവർക്കൊക്കെ ചില പേരുകളുണ്ട്. ഈ 7നെ എന്ത് പേര് വിളിക്കും? 7നെ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ എന്ത് പേര് വിളിക്കും? എന്താ പേര് വിളിക്കും? ഓൺലൈൻകാർ എന്താ പേര് വിളിക്കും? ആ ഡിവൈഡ് ചെയ്യുന്ന ഹരിക്കുന്ന നമ്പറായ 7നെ എന്ത് പേര് വിളിക്കും? അറിയോ? ഇല്ല.
അതിന്റെ പേരാണ് ഡിവിഡന്റ്. ഇത് വിളിക്കുന്നു ഡിവിഡന്റ്. ഡിവിഡന്റിന് മലയാളത്തിൽ ഹാര്യം എന്ന് പറയും. എന്ത് പറയും? അടുത്ത വാക്ക് പിടി കിട്ടിയല്ലോ. ഏത് നമ്പർ കൊണ്ടാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്തത്, ഹരിച്ചത്? 2 കൊണ്ട്. അതിനെന്താ പേര് പറയും? ഡിവൈസർ. മലയാളത്തിൽ ഹാരകം എന്ന് പറയും. എന്ത് പറയും? ഹാരകം. ഈ ഉത്തരമായി കിട്ടിയ 3-നെ എന്തോ പേര് വിളിക്കും? കോഷ്യന്റ്. മലയാളത്തിൽ ഹരണഫലം എന്ന് പറയും. എന്താ പറയും? ഹരണഫലം എന്ന് പറയും. വല്ലതും മിച്ചം ഉണ്ടെങ്കിൽ അതിനെന്തോ പേര് പറയും? റിമൈൻഡർ. മലയാളത്തിൽ ശിഷ്ടം എന്ന് പറയും. ഈ 4 വാക്ക് പിടി കിട്ടിയോ? ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത്, ഹരിക്കുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡന്റ്, ഹാര്യം. എന്ത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഹരിക്കുന്നു, അത് ഡിവൈസർ. ഉത്തരമായിട്ട് കിട്ടുന്ന ആളിനെ വിളിക്കുന്ന പേര് കോഷ്യന്റ്, ഹരണഫലം. വല്ലതും മിച്ചം ഉണ്ടെങ്കിൽ അതിനെ എന്തോ വിളിക്കും? റിമൈൻഡർ, ശിഷ്ടം. അപ്പൊ ഇവിടെ 7 ആരാണ്? ഡിവിഡന്റ്, ഹാര്യം. 2 ആരാണ്? ഡിവൈസർ, ഹാരകം. 3 ആരാണ്? കോഷ്യന്റ്, ഹരണഫലം. 1 ആരാണ്? റിമൈൻഡർ, ശിഷ്ടം. ഇതൊന്ന് വർക്കിംഗ് കൊടുത്ത് എഴുതിയിട്ടെ. ഓക്കേനോ? ഇനി ഇത് കൂടാതെ പ്രോബ്ലത്തിൽ വേണ്ടുന്ന മറ്റൊരു ഐഡിയ കൂടെ ഞാൻ പറയാം. ശ്രദ്ധിച്ചിട്ട് ഇവരെ എല്ലാവരെയും കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം എഴുതാം. അറിയാവോ അതെന്തുവാണ്? 7 is equal to 2 into 3 plus 1. 7 is equal to 2 into 3 plus 1 എന്ന് പറഞ്ഞാൽ ഡിവിഡന്റ് അഥവാ ഹാര്യം സമം പറഞ്ഞു ശരിയാ. ഈ 2 ആരായിരുന്നു? ഡിവൈസർ, DIVISOR, ഡിവൈസർ. മലയാളത്തിൽ എന്ത് പറയും? ഹാരകം ഇൻഡു കോഷ്യന്റ്, ഗുണനഫലം. കോഷ്യന്റ്, ഗുണനഫലം. ഇത് 2 കൂടെ ഗുണിക്കണം. അങ്ങനെ ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിനോട് കൂടി എന്ത് കൂട്ടണം, എന്ത് ആഡ് ചെയ്യണം? റിമൈൻഡർ, ശിഷ്ടം എന്ത് ചെയ്യണം? ഓക്കെ, ഇതോടെ വർക്കിംഗ് കോളത്തിൽ എഴുതിയിട്ടേ. 7 is equal to 2 into 3 2 into 3 plus 1. അതായത് ഡിവിഡന്റ് ഈസ് ഈക്വൽ ടു ഹാര്യം സമം ഡിവൈസർ ഇൻറ്റു ഹാരകം ഗുണം കോഷ്യന്റ്, ഗുണനഫലം. അതൊരു ബ്രാക്കറ്റിൽ പ്ലസ് അധികം റിമൈൻഡർ, ശിഷ്ടം. അപ്പൊ നിങ്ങൾ ആ കണക്ക് മാത്രമല്ല, അതിനെ തുടർന്ന് കിടക്കുന്ന ബാക്കി കണക്കുകൾ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എവിടം വരെ ചെയ്യാൻ പറ്റുന്നോ അത്രയും ഒരു റഫ് പേപ്പറിനകത്ത് ചെയ്ത് എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. സാധാരണ ഇവിടം വരെ ഞങ്ങൾ ചെയ്തു, ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബാക്കി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ലേബർ ഇന്ത്യയിലോ ചാറ്റ് GPT-യിലോ നോക്കി കോപ്പി അടിച്ചുകൊണ്ട് വരരുത്. സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓൺലൈൻ ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഡയറി എടുത്താട്ടെ.